മാക്സിമം ബെനിഫിറ്റ് എടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ടെമ്പററി സെയിൽ മാത്രം കിട്ടുക. ആ ഒരു 2 ദിവസവും 3 ദിവസവും 4 ദിവസവും മാക്സിമം ഒരാഴ്ചത്തേക്ക് മാത്രമേ സെയിൽ കിട്ടുള്ളൂ. കാരണം ആ വീഡിയോ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും വീഡിയോസ് പുതിയത് അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പൊ മാക്സിമം ടെമ്പററി സെയിൽ നോക്കാതെ ഇതിൽ നിന്ന് ഈ ഒരു വ്യക്തിക്ക് ഒരു 65,000 വ്യൂസോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ട്, അത്രയും പേര് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമ്മളുടെ ഇൻസ്റ്റാ പേജിന്റെ ഫോളോവേഴ്സ് കൂട്ടാൻ ഉപകരിക്കും നോക്കുക. കാരണം ഞാൻ പറഞ്ഞു കമ്മ്യൂണിറ്റി ഈസ് ഫ്യൂച്ചർ. അപ്പൊ നിങ്ങളുടെ ഇൻസ്റ്റാ പേജിന്റെ ഫോളോവേഴ്സ്, റീച്ച്, ഇതെങ്ങനെ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും നോക്കാം. അവരെ വെച്ച് നിങ്ങളുടെ ഫോളോവേഴ്സ് കൂട്ടാനും നിങ്ങളുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും നോക്കുകയാണെങ്കിൽ ആ വന്ന ആളുകൾ, ഇപ്പൊ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഫോളോവേഴ്സ് ആയിട്ട് വന്ന ആളുകളുണ്ടല്ലോ, അവര് അടുത്തൊരു 10 വർഷത്തേക്ക് അവരെ നിങ്ങളുടെ പേജിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ മഞ്ഞൾ പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ വീണ്ടും 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 വന്നോളും നമ്മളെ. അപ്പൊ അവരിലേക്ക് വീണ്ടും എന്ത് ചെയ്യണ്ട, പ്രൊമോഷൻ ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഇൻഫ്ലുവൻസർ വിളിക്കണ്ട. കാരണം എന്താ, നിങ്ങളുടെ കമ്മ്യൂണിറ്റി വലുതാവുന്നുണ്ടാവട്ടെ. അപ്പൊ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് സെയിൽ വരും. ആ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് വീണ്ടും കസ്റ്റമർ ഇൻഫ്ലുവൻസർ കോളാബറേഷൻ വേണമെന്നില്ല. അപ്പൊ അതൊക്കെ ഒരു ടെമ്പററി ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. നമ്മുടെ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിന് ഈ ഫോർമുല നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് ക്യാഷ് കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മാർക്കറ്റിംഗ് ഓട്ടോമാറ്റിക്കലി ഫ്രീ ആയിട്ട് വരും. അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മാത്രമാണ് നിങ്ങൾ എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ള മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട്. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് ഇപ്പൊ 1,00,000 പേരുടെ കമ്മ്യൂണിറ്റി നിങ്ങളുടെ ഇൻസ്റ്റയിൽ ഉണ്ടെന്ന് വിചാരിക്കാം. പിന്നെ നിങ്ങൾ പുറത്തേക്ക് ക്യാഷ് കൊടുത്ത് മാർക്കറ്റ് ചെയ്യണോ, ഫേസ്ബുക്കിൽ കൊടുക്കണോ, വേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ ഞാൻ പറയുന്നു, ഈ രണ്ടാമത്തെ പ്രോസസ്സ് മറ്റൊരാളുടെ ട്രസ്റ്റ്, ഫെയിം, ക്രെഡിബിലിറ്റി ആയ അദ്ദേഹത്തിന്റെ ഫേസ് വാല്യൂ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. എങ്കിൽ മാത്രമേ ആ കൊടുത്ത പൈസ നിങ്ങൾക്ക് കാലാകാലം മുതലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു 10 സെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ എടുത്തിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ എത്രത്തോളം നിങ്ങൾ ഓരോ ഇൻഫ്ലുവൻസറിനെ വെച്ചിട്ടും നിങ്ങളുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നോ അത് നിങ്ങൾക്ക് ഫ്യൂച്ചർ വരെ ആ ബിൽഡ് ചെയ്ത കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിൽ കൊണ്ടുത്തരും. കാരണം ആ ഓഡിയൻസ് നിങ്ങളുടെ കസ്റ്റമറാവും, കസ്റ്റമർ സെയിൽ കൊണ്ടുതരും, സെയിലിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരും. അപ്പൊ ഒരു ടെമ്പററി സെയിൽ അല്ല, ഒരു ലൈഫ് ലോങ് എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്യാം. ലൈഫ് ലോങ് സെയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്യാം. ലൈഫ് ലോങ് ലീഡ്സ് വരാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാം. ഇതായിരിക്കണം നമ്മുടെ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡിലേക്ക് നിങ്ങൾ വരിക. അപ്പൊ ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യാം. നിങ്ങൾ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ആഡ് മാത്രം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ എന്നും ഫേസ്ബുക്കിന് പൈസ കൊടുക്കേണ്ടി വരും, എന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ചെയ്യേണ്ടതാണ് പ്രോപ്പർ ആയിട്ട് ഇൻഫ്ലുവൻസർ സ്ട്രാറ്റജികൾ ഇതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യുക. നോട്ട് ഫോർ സെയിൽ, യൂസ് ഫോർ കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്യുക. അതാവുമ്പോൾ നിങ്ങൾക്ക് മാസം ഇങ്ങനെ ഇൻഫ്ലുവൻസറെ വിളിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പല ബിസിനസ് ഓണേഴ്സും ചെയ്യുന്നത് എവറി മന്ത് ഒരു 5-6 ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചിട്ട് വർഷങ്ങളോളം ചെയ്യും. അപ്പൊ അത് എന്തുകൊണ്ടാണ്, അവർ സെയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു ഇൻഫ്ലുവൻസർ വന്നപ്പോൾ 2,000 ഫോളോവർ കയറി, രണ്ടാമത്തെ ഇൻഫ്ലുവൻസർ വന്നപ്പോൾ ഒരു 3,000 ഫോളോവർ കയറി. അപ്പൊ 5,000 കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വന്നു. ആ 5,000 തന്നെ അടുത്തൊരു 10 വർഷത്തേക്ക് നിങ്ങൾക്ക് സെയിൽ കൊണ്ടുതരും. അപ്പൊ ഓരോ കമ്മ്യൂണിറ്റി മെമ്പർ, ഓരോ ഫോളോവർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാവിയിലത്തെ കസ്റ്റമർ ആണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം നിങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെ ചിലപ്പോൾ ഒരു ഒറ്റയടിക്ക് ചിലപ്പോൾ 500 സെയിലൊക്കെ ഈസി ആയിട്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞതാണ് ഇതിന്റെ വാല്യൂ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ത് ചെയ്യുന്നത്, സീറോയിൽ നിന്ന് ഫോളോവേഴ്സിനെ കൂടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നത്. കാരണം ആ ഫോളോവേഴ്സ് ആണ് ഫ്യൂച്ചർ എന്ന് അവർക്ക് അറിയാം. ആ ഫോളോവേഴ്സ് ആണ് കമ്മ്യൂണിറ്റി എന്ന് പറയാം. ആ കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ് ബിസിനസ് ഓണേഴ്സ് അവർ വിളിക്കുന്നതെന്ന് പറയാം, അവർ പറയുന്ന ചാർജിന് വീഡിയോ ചെയ്യുന്നതെന്ന് പറയാം. അപ്പൊ നിങ്ങളും അത് തന്നെ മനസ്സിലാക്കുക. ഫോളോവേഴ്സ്, കമ്മ്യൂണിറ്റി ഈസ് പവർഫുൾ. അപ്പോ നമ്മൾ പറഞ്ഞു രണ്ടാമത്തത് കൊളാബറേഷൻ അല്ലെ. നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് കൊളാബ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ പറയാണ്, സെയിലിന് വേണ്ടി ഫോക്കസ് ചെയ്യാം, കമ്മ്യൂണിറ്റി ബിൽഡും ചെയ്യാം അല്ലെ. അപ്പൊ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മെമ്പേഴ്സ് പ്രത്യേകം കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ യൂസ് ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ നമുക്ക് പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സീറോ കോസ്റ്റിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ എന്നും ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമില്ല. അപ്പൊ എന്താണ്, പണ്ട് നമുക്ക് ഡെയിലി വീഡിയോസ് ചെയ്യാം, ആഡ് ചെയ്യാം, പോസ്റ്റേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് എന്ത് ചെയ്തു, ഡീകോഡ് ചെയ്തിട്ട് ഡെയിലി വീഡിയോസ് ആക്കി ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിലേക്ക് എത്തി. അത് നമുക്ക് ഈസി ആയിട്ട് ഫ്യൂച്ചറിലേക്ക് ഒതുക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാൻ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടോ, ഞാൻ നിർബന്ധിക്കുന്നില്ല, ഫേസ്ബുക്കിലും ചെറിയ രീതിയിൽ ആഡൊക്കെ കൊടുത്തിട്ട് ലീഡ് എടുക്കാം.
എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും മുന്നേ അഡ്വർടൈസ്മെന്റുകളൊക്കെ ചെയ്തിരുന്ന സമയത്ത് എന്താണ് പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അവരെടുത്ത് പ്രോപ്പറായിട്ട് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യില്ല, പ്രോപ്പറായിട്ട് ഡെയിലി കണ്ടന്റ് ഇട്ടില്ല, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അസറ്റ് ഉണ്ടാവില്ല, കസ്റ്റമറെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല. 4, 3, 5 ഓണത്തിനും വിഷുവിനും പെരുന്നാളിനും പോസ്റ്റ് ഇടുന്നുണ്ടാവും, കുറച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് ലോഗോ ഒക്കെ വെച്ചിട്ടും ഒരു പ്രൊഡക്റ്റിന്റെ ഇമേജ് ഒക്കെ വെച്ചിട്ട് കുറച്ച് പോസ്റ്റർ ഇട്ടുണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട് ഏത് കസ്റ്റമർ ക്ലോസ് ആവാനാണ് അവർ ട്രസ്റ്റ് ബിൽഡ് ചെയ്യോ? ഇല്ല. പക്ഷെ നിങ്ങൾ നമ്മുടെ പ്രോസസ്സിലേക്ക് വന്നതിന് ശേഷം വീഡിയോസ് ബിൽഡ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ പേജ് ആക്റ്റീവ് ആണ്, നിങ്ങൾക്ക് പബ്ലിക്കിന് വേണ്ട കണ്ടന്റുകൾ അതിലുണ്ടാവും അല്ലെ. പബ്ലിക്കിന് ചിലപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന വീഡിയോസ് ഒക്കെ ഇടുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു വിശ്വാസം വന്നിട്ടുണ്ടാവും. അതിന്റെ കൂടെ നിങ്ങൾ ആഡ് അല്ലെങ്കിൽ ലീഡ് ആഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേജ് ഒക്കെ ചിലപ്പോൾ ഒന്ന് ഫെമിലിയർ ആണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ലീഡുകൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലോസ് ആവാനുള്ള ചാൻസ്, പോസിബിലിറ്റി കൂടും. ഓക്കെ, മനസ്സിലായല്ലേ? നിങ്ങൾക്ക് നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയ നന്നായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടും ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടൊക്കെ വെച്ച് ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലോസിംഗ് ചാൻസ് ഉള്ള ലീഡ് കിട്ടും. കാരണം എന്താ, ഈ ഇൻഫ്ലുവൻസർ ചെയ്ത വീഡിയോനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഇവിടെ യൂസ് ചെയ്യാം. കാരണം ഏതൊരു ഓണറും ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അത്രയും ജെന്യൂൻ ആയിട്ട് പറയുള്ളൂ, അല്ലെങ്കിൽ അത്രയും ബെസ്റ്റ് ആയിട്ട് പറയുള്ളൂ. അപ്പൊ ആ വീഡിയോ നമ്മൾ ആഡിന് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പരസ്യം പോലെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആഡ് ചെയ്യരുത്. കസ്റ്റമറെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ജെന്യൂൻ ആയിട്ട് റിയൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ക്ലോസിംഗ് ചാൻസ് കൂടും, കിട്ടുന്ന ലീഡിന്റെ ക്വാളിറ്റി കൂടും. അത് തന്നെ നിങ്ങൾക്ക് കുറച്ച് എമൗണ്ടിന് നിങ്ങൾക്ക് പരസ്യം ചെയ്തെടുക്കാനും പറ്റും. അപ്പൊ ഞാനത് പെർമനന്റ് ആയിട്ട് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. ടെമ്പററി നിങ്ങൾക്ക് വേണമെങ്കിൽ, നമ്മുടെ പ്രോബ്ലം എന്താണ്, സ്ലോ ആണ്, സ്റ്റെക്ക് ആണെന്നല്ലേ, അത് മാറ്റണമെങ്കിൽ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഒരു ചെറിയൊരു പുഷിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെറിയ രീതിയിൽ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നാലാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് വേണം. ഓക്കെ, നമുക്കിപ്പോ സ്റ്റെക്ക് ആണ്, അതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ പേജ് ഇപ്പോൾ സ്റ്റെക്ക് ആണ്, അല്ലെങ്കിൽ നമ്മുടെ റീൽസ് സ്റ്റെക്ക് ആണ്, സെയിൽസ് വരുന്നില്ല, അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അടുത്ത ഒരു ഓപ്ഷനിലേക്കും കൂടി നിങ്ങൾ മാറേണ്ടതുണ്ട്. ആ ഒരു ഓപ്ഷൻ ഈ വീഡിയോയിൽ തന്നെ പറയണം, നിങ്ങൾ പറയൂ. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം, നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 1x നിന്ന് ഒറ്റയടിക്ക് നിങ്ങൾക്ക് 5x നിങ്ങളുടെ സെയിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഒട്ടുമിക്ക ബിസിനസ് ഓണേഴ്സിന്റെ പ്രശ്നം എന്താ വെച്ചാൽ കൺസിസ്റ്റന്റ് അല്ല. ഓക്കെ, ഡിസിപ്ലിൻ ഇല്ല, ആക്ഷൻ എടുക്കില്ല. കുറച്ച് ദിവസം സെയിൽ കിട്ടിയ പിന്നെ സൂപ്പർ അടിപൊളി എന്നിട്ട് പിന്നെ സ്റ്റെക്കാണ്. അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ ടെമ്പററി സെയിലിൽ ഫോക്കസ് ചെയ്യാതെ പെർമനന്റ് സൊല്യൂഷനിലേക്ക് പോവാം. നമ്മുടെ ഫാമിംഗ് മെത്തേഡിലേക്ക് വരിക. ഫാമിംഗ് മെത്തേഡ് മാത്രമേ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഫ്രീഡം കൊടുത്തിട്ടുള്ളൂ. മാർക്കറ്റിംഗ് ഫ്രീഡം വേണം, സെയിൽസ് ഫ്രീഡം വേണം, കസ്റ്റമേഴ്സ് നിങ്ങളിലേക്ക് ഒഴുകണം, നിങ്ങൾ ഫാമിംഗിലേക്ക് ഫോക്കസ് ചെയ്യാം. ഫാമിംഗ് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള ടെക്നിക്കുകളൊക്കെ നമ്മുടെ CRM-ൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫാമിംഗിലൂടെ നിങ്ങൾക്ക് കസ്റ്റമർ വരണം, സെയിൽ കൂട്ടണം, പ്രോഫിറ്റ് കൂടുന്നുണ്ടെങ്കിൽ നമ്മുടെ CRM-ലെ വീഡിയോസ് കാണാം. അപ്പൊ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അടുത്ത എന്ന് പറയുന്നത് നമ്മുടെ അതോറിറ്റി ബിൽഡിംഗ് ആണ് അല്ലെ. അതോറിറ്റി ബിൽഡ് ചെയ്യാം. നമ്മളാണ് നമ്മുടെ മേഖലയിൽ ദ കിങ് അല്ലെങ്കിൽ ദ ബെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പല സെലിബ്രിറ്റീസും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളുടെയൊക്കെ മുന്നിലേക്ക് വെക്കുന്നത് വീഡിയോയിലൂടെ മാത്രമാണ്. നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെട്ട് കണ്ടിട്ടാണ് അവരുടെ ആ ഫേസ് നമ്മുടെ മൈൻഡിലേക്ക് കയറിയിട്ടുള്ളത് അല്ലെ. അപ്പൊ അവര് എന്താണ് ചെയ്യുന്നത്, പോഡ്കാസ്റ്റുകൾ ചെയ്യും അല്ലെ, പോഡ്കാസ്റ്റ്, ഇന്റർവ്യൂസ്. അപ്പൊ ആരെയാണ് ഈ ഇന്റർവ്യൂ ചെയ്യുന്നത്, വലിയ വലിയ ആളുകളെയാണ്. അപ്പോ നമ്മുടെ പല ബിസിനസ് ഓണേഴ്സും വിചാരിക്കുന്നത്, ഞാനൊരു കോടികളുടെ ബിസിനസ് ആവട്ടെ, ഞാൻ വലിയൊരു ബിസിനസ് ഓണർ ആവട്ടെ, ഞാനും പോഡ്കാസ്റ്റ് ചെയ്യും, ഞാനും എന്ത് ചെയ്യും, ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യും. ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് ഇന്റർവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എവിടെ നിൽക്കുന്നോ അത് വെച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ആ ലെവലിൽ എത്തി എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോഡ്കാസ്റ്റ് ചെയ്യുക. ഈ ഇന്റർവ്യൂ പോഡ്കാസ്റ്റ് എന്നുള്ളത് വലിയ ഫെയിം ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമുള്ള ഒന്നുമല്ല. ഈ സെലിബ്രിറ്റീസ് പോലും ജീവിക്കുന്നത് പല ബിസിനസ് ഓണേഴ്സിന്റെ ഇതുകൊണ്ട് തന്നെ അല്ലേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇപ്പോ സ്റ്റെപ്പ് 1-ലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ റേഞ്ചിൽ എത്തിയില്ലേ, ഡോണ്ട് വറി. അതിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്യണം, നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ എത്താൻ പറ്റില്ല. അപ്പൊ നമുക്ക് എവിടെയാണോ എത്തേണ്ടത് അത് ഓൾറെഡി നിങ്ങൾ ഇന്ന് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വാല്യൂ ഒന്ന് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, പോഡ്കാസ്റ്റുകൾ ചെയ്യണം. കാരണം കാലം മാറുന്നതിനനുസരിച്ച് നിങ്ങൾ മാറണം. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യണം.
ഇതിനൊക്കെ ഇന്നിപ്പോ ഒരുപാട് സ്റ്റുഡിയോ ഫ്ലോറുകൾ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുക. കാരണം അതൊക്കെ നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ഉണ്ടാക്കിയിട്ടതാണ്. അവിടെ പോയിട്ട് നിങ്ങൾ നല്ല ആംബിയൻസിലെ പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് പേജിലിടുക. അപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടും ആളുകളുടെ ഫേസ് വാല്യൂ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ നിങ്ങൾക്ക് തരുന്ന റെസ്പെക്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ നല്ലൊരു അതോറിറ്റി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതിന് എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യണം. ഇന്റർവ്യൂവിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് എന്ന് പറയുന്നത് വളരെ പവർഫുൾ വെപ്പണാണ്. അതുകൊണ്ടാണ് ഇത് പല സെലിബ്രിറ്റീസിന്റെ മുഖം, ദുൽഖർ സൽമാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേർഡി മണി, ആസിഫ് അലി, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആളുകളെ അല്ലെ, ഹാഷിർ എന്നൊക്കെ പറയുന്നത്. അപ്പോ ഹാഷറൊക്കെ ക്ലിക്ക് ആയി ഡെയിലി വീഡിയോസ് ഇട്ടിട്ടാട്ടോ. അപ്പോ അവര് തന്നെ പിന്നെ ഇൻഫ്ലുവൻസർ ആയി വലിയ വലിയ ലെവലിലേക്ക് മാറി, പിന്നെ അതോറിറ്റി ബിൽഡ് ചെയ്തു. കാരണം 300 കോടി വരെ ഒരു രണ്ടാമത്തെ പടത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തിയ പവർ ഓഫ് സോഷ്യൽ മീഡിയ ആണ്. അപ്പൊ അതാ പറയുന്നത്, നിങ്ങൾക്കും കാരണം നമ്മൾ സെയിം ആയിട്ടല്ല പോഡ്കാസ്റ്റ് ചെയ്യേണ്ടത്, ഫെയിം ആവുന്നതിന് മുന്നേ തന്നെ ചെയ്താലാണ്. കാരണം നമ്മൾ ഏത് രീതിയിലാണോ നമ്മളുടെ ഓഡിയൻസിലേക്ക് അഡ്രസ് ചെയ്യേണ്ടത്, എത്തേണ്ടത്, അവരെങ്ങനെ നമ്മളെ തിരിച്ചറിയണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്, നമ്മളാണ് അതിന്റെ തിരക്കഥ എഴുതുന്നത്. അപ്പൊ എന്താണ്, നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സക്സസ് ആവാനോ വൈറൽ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. വൈറൽ ആയിട്ട് നിങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളഞ്ഞു മൂക്ക് പിടിക്കുന്ന ഓപ്ഷനാണ്. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ക്യാഷ് കൊടുത്താൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മളുടെ സീറോ കോസ്റ്റ്ലി അൾട്ടിമേറ്റ് എത്താൻ വേണ്ടി പോഡ്കാസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യണം. എങ്ങനെ അറിയോ? എന്തെങ്കിലും രീതിയിലൊക്കെ ഒന്ന് വൈറലായിട്ട് ആളുകൾ ശ്രദ്ധിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങളെ വിളിക്കും, ഹായ് നമ്മുടെ ചാനലിലേക്ക് ഒന്ന് വരുമെന്ന് വെച്ചിട്ട്. അപ്പൊ എന്ത് ചെയ്യും? അത് നിങ്ങൾക്ക് കുറെ ടൈം എടുക്കും. അപ്പൊ അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആദ്യം ചെയ്യാൻ പോകണം അല്ലെ. അപ്പൊ വല്ല പബ്ലിക്കായിട്ടോ കോമിക്കായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വൈറലായിട്ട് മാത്രമേ അങ്ങനെ കിട്ടുള്ളൂ, ഇന്റർവ്യൂവിനൊക്കെ വിളിക്കുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾ ക്യാഷ് ഒളിച്ച് ചെയ്യും. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഈ ക്യാഷ് ഒളിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്യുക, പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് കിട്ടേണ്ട മാക്സിമം ബെനിഫിറ്റ് ഇതിന് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും? ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ ഇങ്ങോട്ട് പോകും. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇവിടെയാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളുടെ അടുത്ത് വരുന്നത്. ഇതിനെ പിന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി. അല്ലാതെ എന്നും പിന്നെ ഇൻഫ്ലുവൻസറും എന്നും പോഡ്കാസ്റ്റും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ട്രസ്റ്റ് ദ പ്രോസസ്. എന്റെ കൂടെ നിൽക്കുക. നിങ്ങൾക്ക് എവിടെയാണോ എത്തുന്നത്, ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ.